ലൈവ് വീഡിയോയുടെ ബാക്കിയാണിത്. ഞങ്ങൾ ആ ജാഹ്ലി പാർക്കിൽ നിന്ന് പിന്നെ നേരെ വന്നത് ഡേറ്റ്സ് പാമിൻ്റെ ഫാമിലോട്ടാണ്. ഏക്കർ കണക്കിന് ഉള്ള ഒരു ഫാമായിരുന്നു അത്. അതിൽ നിറച്ച് ഡേറ്റ്സിൻ്റെ പല വെറൈറ്റീസ് ആയിട്ടുണ്ടായിരുന്നു. കുറേ നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ വണ്ടിയിലൊക്കെ പോകാൻ പറ്റും. 30 ദിർഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടിയിലൊക്കെ പോയിട്ട് വരാൻ പറ്റും. വേണമെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് അങ്ങനെയും പോകാൻ പറ്റും. ഞങ്ങൾ നടന്നാണ് പോയത്. കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. കുട്ടികളൊക്കെ എടുത്ത് നടക്കുമ്പോൾ തന്നെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു. കുറച്ച് നടക്കും, കുറച്ചിരിക്കും, കുറച്ച് നടക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഒന്നും കണ്ടില്ല, ഒരു വിധമൊക്കെ കറങ്ങി വന്നു. കൊച്ചാപ്പാടെ മോളിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവൾ അലൈനിലെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഡേറ്റ്സ് ഫാമിൽ എന്തോ ലൈറ്റിൻ്റെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ക്ഷീണിച്ച് കിടക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം. അപ്പോൾ അവൾ പറഞ്ഞു തരാണ്, ആ ഒരു ടവറിൽ ഫുള്ള് ലൈറ്റ്സ് വെച്ചിട്ട് എന്തോ ലൈറ്റിൻ്റെ ഷോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രികളിൽ നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ, ഒരു ഹട്ട് പോലെ, അതുപോലെ കാവ കുടിക്കാനുള്ള സ്ഥലം, കുറച്ച് സ്നാക്സൊക്കെ കിട്ടുന്ന സ്ഥലം, എല്ലാം ഒരു ട്രഡീഷണൽ വേയിലാണ്. ഈവൻ ടോയ്ലറ്റ് വരെ, ബാക്കിൽ കാണുന്ന ടോയ്ലറ്റിൻ്റെ ഏരിയയാണ്, അവിടെ വരെ ഒരു അറബിക് ട്രഡീഷണൽ ടച്ചിലാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാവരും നടന്നിട്ടായതുകൊണ്ട് വേഗം ക്ഷീണിച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ ജബൽ ഹഫീത്തിൻ്റെ അവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായി. കാരണം മഗ്‌രിബിന് മുമ്പ് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ മലയുടെ താഴ്വാരത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ എത്തിയത് ഏകദേശം ഒരു ഗോൾഡൻ അവർ ടൈമിലായിരുന്നു. സൂര്യനൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയയിൽ പാട്ടും പിന്നെ ഈ ഇങ്ങനെ രൂപങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുകൾ നിന്നിട്ട് പല രൂപത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കരടിനെ മാത്രമേ കണ്ടുള്ളൂ ചെന്നപ്പോൾ. അതിനുശേഷം പിന്നെ രാത്രിയായപ്പോൾ വേറെ കുറേ ആനിമൽസ് വന്നിട്ടുണ്ടായി. പിന്നെ ഈ ട്രെയിനിൽ ഒരു ഫുള്ള് ആ ഭാഗം മൊത്തം ചുറ്റി കാണിച്ചു തരുമായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ മലയുടെ ചുറ്റും ഒരു കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ ടൂറിസ്റ്റുകളാണ് മിക്കതും. പിന്നെ ഒരു വലിയ പള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ഏരിയയാണ്. കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഒരു വൈകുന്നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി തിരിച്ചു പോരാൻ പറ്റുന്ന, കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് സ്ഥലമുള്ളൊരു ഏരിയയാണ്. ഈ കാണുന്നൊരു ഒരു റിവർ പോലെ ഇത് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുമെന്നാണ് പറയുന്നത്. ചൂടുവെള്ളവും തണുപ്പ് വെള്ളമൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അത് ഡ്രൈ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോഴത്തേനും വാങ്ങി കൊടുക്കാനായി. പിന്നെ ഇടി വെട്ടുന്നുണ്ടായിരുന്നു, മിന്നറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിന്നറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറേ നേരം ഫോൺ പിടിച്ച് നിന്നിരുന്നു. അങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതിൽ ഉണ്ട് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ കാണാം. അങ്ങനെ മഗ്‌രിബ് വാങ്ങി കൊടുത്തപ്പോൾ ഞങ്ങൾ അവിടെയുള്ള പള്ളിയിലോട്ട് കുറച്ച് നടന്ന് ഇപ്പോൾ കാണാം ഇടി വെട്ടുന്നതായിട്ടാ. അങ്ങനെ നിസ്കരിച്ച് അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഒരു